ഹായ് ഹലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മനോഹരമായിട്ടുള്ള ഒരു മനോഹരമാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പലഹാരത്തിൻ്റെ പേരാണിത്. പുതിയ തലമുറയ്ക്ക് മനോഹരത്തെ പറ്റി അറിയാൻ സാധ്യതയില്ല. തയ്യാറാക്കാൻ വളരെ എളുപ്പവും നല്ല രുചികരവുമായ 4 മണി പലഹാരമാണ്. മനോഹരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മനോഹരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ നമുക്ക് 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. കുറഞ്ഞത് 2 മണിക്കൂർ നേരമെങ്കിലും കുതിർത്തിയെടുക്കുക. ഇപ്പോൾ ഞാനിത് 2 മണിക്കൂർ നേരം കുതിർത്തിയെടുത്തിട്ടുണ്ട്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറുപയർ നന്നായിട്ട് കഴുകിയ ശേഷം നല്ല വെള്ളത്തിൽ കുതിർത്തിയെടുക്കുക. പിന്നീട് നമുക്ക് ആ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ചെറുപയർ കുതിർത്തിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതായത് കണ്ടില്ലേ, ഞാനിപ്പോൾ ചെറുപയർ കുതിർത്ത വെള്ളത്തിലാണ് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറുപയറിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ചെറുപയർ നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുപയർ അരക്കുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അധികം വെള്ളം പാടില്ല, എന്നാൽ കുറവ് വെള്ളവും പാടില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ചെറുപയറിൻ്റെ മാവ് വെച്ചിട്ട് ഇതിലേക്ക് ബൂന്തി റെഡിയാക്കി എടുക്കുക. നമ്മൾ സാധാരണ ലഡുവിനൊക്കെ ബൂന്തി തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ചെറുപയർ വെച്ചിട്ട് ബൂന്തി തയ്യാറാക്കി എടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അരിപ്പക്കയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാ ഇപ്പോൾ ബൂന്തിയായിട്ട് വീഴുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പം നമ്മുടെ ബൂന്തി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു അരിപ്പക്കയിൽ വെച്ചിട്ട് നമുക്കിത് എല്ലാം കോരിയെടുക്കുക. മുരിഞ്ഞ ബൂന്തികളെല്ലാം തന്നെ നമുക്കിത് മുഴുവനായിട്ട് എടുത്ത് മാറ്റണം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഉണ്ടാക്കും തോറും ഇത് കരിഞ്ഞ് അടിഭാഗത്ത് ഇങ്ങനെ കിടക്കും. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അടുത്ത ട്രിപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബൂന്തിയും കൂടെ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. ഇഷ്ടപ്പെടും. വളരെ രുചിയോട് കൂടിയിട്ട് അവർ കഴിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ചെറുപയർ വെച്ചിട്ടുള്ള ബൂന്തി എല്ലാം തന്നെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മുതിർന്നവർക്കും റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ രുചിയോട് കൂടിയിട്ട് ഇത് കഴിക്കും. അത്രയ്ക്ക് നല്ല 4 മണി പലഹാരമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് ശർക്കരയാണ്. ഈ ശർക്കര ഞാനിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 1 കപ്പ് ശർക്കരയാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൂത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചൂട് എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആ ഒരു ചൂടിൽ കിടന്ന് വേണം നമുക്ക് ഈ തേങ്ങാക്കൂത്ത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തേങ്ങാക്കൂത്ത് ഞാൻ നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്ത വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അതേ സെയിം പാനിൽ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പൊടിച്ചത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ തന്നെ അധികമാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ മതിയാവും. അപ്പോഴേക്കും തന്നെ ഇതായിപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ശർക്കര നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ശർക്കര കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ കയ്പ്പ് രസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ശർക്കര റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കര ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കൈവച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കമ്പി പരുവത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ശർക്കര പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് നമുക്ക് ഈ ശർക്കരയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. ശർക്കര കരിഞ്ഞുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടിട്ടാണ്.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ചുക്കുപൊടിയാണ്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നത്. ചുക്കുപൊടി ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറുപയറിൻ്റെ ബൂന്തി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മനോഹരം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരമാണ്. ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.